വിഷു ഇങ്ങെത്തി. വിഷു തിരക്കിലാണ് വിപണികൾ. നമുക്ക് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ഒന്ന് പോകും. അവിടെ നിന്നും അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട്. അഞ്ജന, വലിയ ചൂടാണെങ്കിലും മഴയാണെങ്കിലും മലയാളികൾ എന്തായാലും വിഷു ഒരുങ്ങിയിരിക്കും. അതിനുള്ള ഓട്ടപ്പാച്ചിലാണ്. ഒരു ദിവസം കൂടിയുള്ളൂ. അപ്പോൾ മിഠായി തെരുവിലെ കാഴ്ചകൾ എങ്ങനെയാണ്? വിപണിയൊക്കെ സജീവമായോ? അതേ പൂജ, വിപണിയൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെയധികം സജീവമായി തന്നെ നിൽക്കുകയാണ്. അങ്ങനെ മറ്റൊരു വിഷുക്കാലം കൂടി ഇങ്ങ് എത്തിയിരിക്കുകയാണ്. നാടും നഗരവും വലിയ തിരക്കിലാണ്. മിഠായി തെരുവ് കണ്ടാൽ അറിയാം, ഇവിടെ കാല് കുത്താനുള്ള ഇടമില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തിരക്കാണ്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ചയൊക്കെ ഇങ്ങോട്ട് ഈ പരിസരത്തേക്ക് അടുക്കാൻ പറ്റില്ല. അതുപോലെയായിരുന്നു ആളുകളുടെ ഒരു ഒഴുക്ക് ഇവിടേക്ക്. കാരണം അവസാനഘട്ട ഒരുക്കങ്ങളിലേക്കാണ് മലയാളി കടക്കുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട്. ഏതായാലും വീടുകളിലൊക്കെ നാളെയോടെ തന്നെ ഈ കണി ഒരുക്കുകയും മറ്റുമൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളിൽ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള ഓട്ടപ്പാച്ചിലാണ് മലയാളികൾ. മിഠായി തെരുവിൽ രാവിലെ മുതൽക്ക് തന്നെ ഇതുപോലെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. ഇവിടെ വന്നാൽ ഇപ്പോൾ വസ്ത്രവ്യാപാരമാണ് കൂടുതലെങ്കിൽ പോലും ഒരുപാട് ആളുകൾ ഈ മയിൽപ്പീലി മുതൽ കണിക്കൊന്നയായിട്ടായാലും അതോടൊപ്പം തന്നെ കണിവെള്ളരി ആയിട്ടായാലും എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്നുള്ളതുകൊണ്ട് രാവിലെ മുതൽക്ക് തന്നെ മലയാളികൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തും. ഈ മലബാറിൽ പ്രത്യേകിച്ച് ഈ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള എല്ലാ ജില്ലകളിലും ഒരുപക്ഷെ ഒട്ടുമിക്ക ആളുകളും സാധനം വാങ്ങാനായി ഇവിടേക്ക് തന്നെയായിരിക്കും എത്തുന്നത്. കണിവെള്ളരിയൊക്കെ ഉണ്ട്. ഇത് ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ ഉള്ളൊരു കണിവെള്ളരിയാണെന്ന് തോന്നുന്നു. ഒരു ചേച്ചി അത് വാങ്ങുന്നുണ്ട്. എങ്ങനെയുണ്ട് വിഷു ഒരുക്കങ്ങളൊക്കെ? നന്നായിട്ട് പോകും. ഇത് കണിവെള്ളരിയുടെ പ്രത്യേക ഒരു ടൈപ്പാണ്. നാടൻ നാടനാണല്ലേ? സാധാരണ നമ്മളിങ്ങനെ നീണ്ടിരിക്കുന്നതാ കാണുന്നത്. ഇത് റൗണ്ടിലുള്ളത് വാങ്ങിച്ചോ? വാങ്ങിച്ചു. എന്തൊക്കെ വിലയുണ്ട്? 40 രൂപ. 40 രൂപയുള്ളൂ. മയിൽപ്പീലൊക്കെ ഉണ്ടല്ലോ. 3 വാങ്ങിയുള്ളൂ. മയിൽപ്പീലി 50 രൂപ. എല്ലാം ആയോ? കണി വെക്കാനുള്ള എല്ലാം വാങ്ങിച്ചോ? ഇനിയുണ്ട്. ഇനി എന്തൊക്കെ വാങ്ങാനുണ്ട്? ഇനി മുന്തിരി വാങ്ങണം, ആപ്പിള് വാങ്ങണം. ആപ്പിള്, മുന്തിരി, അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനുണ്ട്. കണ്ണനെ വാങ്ങിച്ചോ? കണ്ണനെ വാങ്ങിച്ചു. ഇന്ന് തന്നെ വെക്കുമോ അതോ നാളെയാണോ വെക്കുക? നാളെ വെക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ പുറത്തേക്ക് ഇറങ്ങണ്ട, എന്നല്ല ആയല്ലേ? അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നുണ്ട്. ഇതാണ് ചേച്ചി പറഞ്ഞ നാടൻ വെള്ളരി കേട്ടോ. നമ്മൾ സാധാരണ ഇങ്ങനെ നീണ്ട് ഇരിക്കുന്ന വെള്ളരിയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. നാടൻ വെള്ളരി ഇങ്ങനെ ഉരുണ്ട് ഒരു ഷേപ്പിൽ, ഒരു പ്രത്യേക ഷേപ്പിലൊക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ വിപണിയിൽ സജീവമായിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ തന്നെയും എല്ലാം സജീവമാണ്. ഏതായാലും വിഷുവാണ്. ഇവിടെ പ്രത്യേകിച്ച് എസ്.എം. സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ വസ്ത്രവ്യാപാരമാണ് കൂടുതലെങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഒരുപാട് എങ്ങനെയുണ്ട് വിഷു? എങ്ങനെയുണ്ട്? അടിപൊളി. എല്ലാം വാങ്ങിച്ചോ? എന്തൊക്കെയുണ്ടല്ലോ. എങ്ങനെയുണ്ട് വിഷു? എങ്ങനെയുണ്ട്? ഓ, മലയാളി ചേച്ചി കണി വെക്കാനുള്ള ഒരുക്കത്തില് മയിൽപ്പീലിയൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലേ? അതെ. ബാക്കിയെല്ലാം വാങ്ങിച്ചോ? ഇതേ കണി വെക്കാൻ വേണ്ടിട്ടാ. കണി വെക്കാൻ വേണ്ടി മക്കളെ ഏൽപ്പിച്ചത്. വാൽക്കണ്ണാടി മുതല് ബാക്കിയെല്ലാം വാങ്ങി വെച്ചു. വെള്ളരി, വാൽക്കണ്ണാടി, പഴങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചു. ഇനിയിപ്പോ ഇത് മാത്രമേ വാങ്ങാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഉടുപ്പൊക്കെ എടുത്തോ? മക്കൾ വാങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങി. നാളെയല്ലേ വീട്ടിൽ കണി ഓക്കെ അഞ്ജന, അങ്ങനെ എല്ലാവരും ഓട്ടത്തിലാണ്. ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ആ ചൂടൊക്കെ ഒന്ന് ആറിയപ്പോഴത്തേക്കും എല്ലാവരും ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഓട്ടത്തിലാണ്. അങ്ങനെ മിഠായി തെരുവിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.